إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പിർസത്തോ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ കലാമുൽ ഞങ്ങളെ പഠിപ്പാട്ടിയ രൂപത്തിൽ തഖ്വയിലായി ജീവിച്ചിട്ട് ഈമാൻ സലാമത്തായി മരിക്കൂ, പ്രാർത്ഥിക്കണു പ്രവർത്തിക്കണു ചൊന്തു നഫ്സിനെ മറക്കാണ്ട് ഉപദേശാക്കിയിട്ടുള്ള വസിയത്താക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കിற വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്തുള്ള കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഈമാൻ സലാമത്തായി മരിക്കുകയുള്ളതായ ഭാഗ്യ ഞങ്ങൾക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഏതൊരു മുഅ്മിനും പ്രഭാതത്തിലും പ്രദോഷത്തിലും മോർണിംഗും ഈവനിങ് ടൈമിലും ചൊല്ലുള്ളതായ കുറേ അദ്കാറുകൾ വ്യത്യസ്ത ഹദീസിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടിയിട്ടുണ്ട്. ആ ഹദീസിൽ പഠിപ്പാട്ടിയതായ ദുആ, അതിൽ പഠിപ്പാട്ടിയതായ ഈ അദ്കാർ, അതിലെ വിഷയത്തിൽ പണ്ഡിതന്മാർ അതിരെ എല്ലാ അദ്കാറും ഒരു ഗ്രന്ഥത്തിലാക്കിയ സന്ദർഭത്തിൽ ആ ഒരു കിതാബ് കൊടുത്തിട്ടുള്ളതായ ഒരു പേരായിത്തിക്കര് ഹിസ്നുൽ മുഅ്മിൻ, ഹിസ്നുൽ മുഅ്മിൻ, ഹിസ്നുൽ മുസ്ലിം. ഒരു മുസ്ലിമുള്ളതായ പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ട്, ഒരു മുസ്ലിമുಗೂ ധൈര്യ തണ്ടതായ ഭയത്തിൽ നിന്നും ആപത്തിൽ നിന്നും തടയരുതായ ഒരു ഹറം ബൗണ്ടറി ചൊന്തായിത്തിക്കറ ആ വിഷയത്തിൽ അങ്ങ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് കാരണത്തിൽ ಈ ಅವರು ಅದಕ್ಕಾರ ಮಹತ್ವ ಗೊಂತುಲ್ಲಂಗ
ಅದರ ಮಹತ್ವ അറിഞ്ഞങ്ങ അങ്കത് ബൈഹാട്ടാക്കുകയോ ആയില്ലെങ്കും കണ്ടപാട്ട് ആക്കുകയോ ആയില്ലെങ്കും അതുള്ളതായ ചെറിയ അതുക്കാരുടെ ബുക്ക് എടുത്തിട്ടാ അല്ലെങ്കിൽ മൊബൈലിൽ ആപ്ലിക്കേഷൻ എടുത്തിട്ടാ സൊബൈഗും മസറും ഉള്ളതായ ആ സന്ദർഭത്തിൽ ആ ഒരു ദിക്ർ ചൊന്നോണ്ടുള്ളാറ് അങ്ങളെ ജീവനത്തിൽ അത് അലൗഡനാക്കിയിട്ടുള്ളാറ്. അതിൽ ഓരോ ഒരു മുഅ്മിന്റെ ഏതല്ല ഇഹ പറ ആവശ്യത്തുള്ളതായ റിക്വസ്റ്റ് ഉണ്ടാ അതിരെ ക്രമത്തിൽ പഠിപ്പാട്ടിയതായ ദുആ ദിക്ർ. അങ്ങനെ ഉള്ളതായ ഒരു ദുആയിൽപ്പെട്ടതായ ദിക്ർ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയമായിട്ടും പഠിപ്പാട്ടിയതായ ഒരു ദുആ. കാന ഇദാ അസ്ബഹ, ഏതൊരു നാളും സുബഹിയാവുടെ സന്ദർഭത്തിൽ റസൂലുള്ള ചൊന്നോണ്ടിന്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്കൻ ത്വയ്യിബാ വഅമലൻ മുതഖബ്ബലാ. എന്തായി ദിക്ർ ദുആൽ ചൊല്ലത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അള്ളാഹുവെ ഞാൻ മൻഫഅത്ത് കിട്ടതായ ഉപകാരം ഉള്ളതായ യൂസ്ഫുൾ ആയതായ ഇൽമുരെ വിജ്ഞാന നോളജിരെ ഞാൻ നിന്നൊട്ടിಗೆ അഭ്യർത്ഥനാക്കിയിട്ടുള്ള അല്ലാഹ്. ദുനിയാവിൽ വ്യത്യസ്ത രൂപത്തിൽ ഇൽമുണ്ട്, ഉപകാരം ഉള്ളതുണ്ട്, ഉപകാരം ഇല്ലാത്തതുണ്ട്. ഉപകാരം ഉള്ളതും പഠിക്കുന്നതായ ഒരു അനിവാര്യത്തിന് ഞങ്ങൾക്ക് വേണ്ട, ഉപകാരം ഇല്ലാത്തതും പഠിക്കുന്നതായ ഒരു സന്നിവേശം ഞങ്ങളെ സുത്തമുണ്ട്. അയങ്ക അള്ളാഹുവെ ഞാൻ നിന്നൊട്ടിಗೆ കേട്ടോണ്ടുള്ളത് ഉപകാരം ഉള്ളതായ മൻഫഅത്തുള്ളതായ ഇൽമുരെ നീ നിനക്ക് തരണു. ആ ഇൽമിൽ ഒന്നാമത്തതായി തികർ തൗഹീദ്. ആ തൗഹീദ് മൗത്തിര സന്ദർഭത്തോല നിലനിർത്തുള്ളതായ ആ ഒരു സുബൂത്ത് അള്ളാഹുവെ നിനക്ക് തരണു. ദീനര വിദ്യാഭ്യാസം നക്ക് തരണു, ദുനിയാവിൽ നക്ക് മൻഫഅത്ത് കിട്ടതായ വിദ്യാഭ്യാസം നക്ക് തരണു. ചൊന്ത അള്ളാഹുരൊಟ್ಟಿಗೆ ഒരു വ്യക്തി അള്ളാഹുരൊಟ್ಟಿಗೆ റിക്വസ്റ്റ് ആക്കിയ ദുആ വറിസ്കൻ ത്വയ്യിബ. പിന്നൊരു ഹദീസിൽ കാണും വറിസ്കൻ ഹലാലൻ ത്വയ്യിബ. അല്ലാഹ് നക്ക് ഹലാലായിട്ടുള്ള ത്വയ്യിബായിട്ടുള്ള ശ്രേഷ്ഠായിട്ടുള്ളതായ റിസ്ക് തരണു. മിനിമം ഒരു വ്യക്തി ഒരു പ്രഭാത സന്ദർഭത്തിലും അതേ രൂപത്തിൽ മധ്യാഹ്ന സന്ദർഭത്തിലും പിന്നെ പ്രദോഷ സന്ദർഭത്തിലും 3 സന്ദർഭത്തിൽ മിനിമം പ്രധാന ആഹാര തിന്നോണായി തിക്കറ. ഈ തിന്നതായ ആഹാര അല്ലാഹുവേ നക്ക് തിന്നുമ്പത്തുകോ ഹലാലൻ ത്വയ്യിബ, ത്വയ്യിബായതും ഹലാലായതും അല്ലാഹുവേ നീ നക്ക് തർന്നു ചൊന്തോ അല്ലാഹുരൊಟ್ಟಿಗೆ ദുആ ആക്കുകോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിക്വസ്റ്റ് ആക്കർ. കാരണം ഹറാമു തിന്നെങ്കിൽ എന്തായി തിക്കറ് ತೊಂದರೆ, ഹറാമു ഒരാളെ ലഹമുകോ അവന്റെ ഇറച്ചിക്ക് വന്നെങ്കിൽ എന്തായി തിക്കറ് ತೊಂದರೆ, അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാ ഉണ്ടു ചൊന്തായിത്തിക്കർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ മുഅ്മിനൂൻ 51ാമത്തെ വചന ഓദിത്ത് നമുക്ക് പഠിപ്പാടി തന്നോണ്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. ഈമാനുള്ളവർക്ക് മാത്രമായിത്തിക്കർ ഈ ഒരു ചൊന്നതായ വിളിയുള്ളത്, അല്ലാത്തങ്കല്ല. ഈമാനുള്ളങ്ങ നങ്ങൾക്ക് ഈമാൻ വേണു, അല്ലാഹുൽ വിശ്വസിക്കുക ആ ഒരു പ്രകാശനക്ക് വേണു ചൊന്തുള്ളതായ മുഅ്മിനീങ്ങളെ കാറ്റഗറിയിലുള്ളങ്ങ ശ്രദ്ധിച്ച് കേട്ടിട്ട് മനവരിക്ക് ആക്കിത്ത് ജീവനത്തിൽ അളവടനാക്കേണ്ടതായ ഒരു ആയത്തായി തിക്കറിയ. യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിനത് ത്വയ്യിബാത്, കുലൂ മിനത് ത്വയ്യിബാത്. നിങ്ങൾ തിന്നേണ്ടത് ത്വയ്യിബായ വസ്തുവായി തിക്കണോ, ത്വയ്യിബായ വസ്തുവായി തിക്കണു. അതിന് പിന്നെ അല്ലാഹ് ചൊല്ലണ്ട വഅമലു സ്വാലിഹ. കാരണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായ പ്രവൃത്തി അമല് സ്വാലിഹായ കർമ്മ ആവണം. അല്ലാഹ് സ്വീകരിക്കുന്നതായ കർമ്മ സ്വാലിഹായ കർമ്മ ആയിത്തിക്കർ. അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ അല്ലാഹുഗോ ഒരു നിബന്ധന ഉണ്ടോ, ഒരു ഷറത്തുണ്ടോ. ആക്കിരതായ നിസ്കാര നോമ്പ് സക്കാത്ത് എന്തോ ആവട്ടെ അത് ഹലാലായ ആഹാര തിന്തായിത്തിക്കണോ ചൊന്തുള്ളത് അല്ലാഹു ഒരു കട്ടായായിട്ട് ആ വിഷയത്തിൽ പഠിപ്പാടി തണ്ട. അത് മാത്രമല്ല റസൂലുള്ള പഠിപ്പാട്ടിയതായ ഹദീസിലെ ദുആയുടെ 3ാമത്തെ ഭാഗ വഅമലൻ മുതഖബ്ബല. അല്ലാഹ് നാനാക്കിരതായ കർമ്മ നീനെ കബൂലാക്കുന്നു. അങ്ങനെ ഉള്ളതായ കർമ്മ ആക്കുകോ നക്ക് നീനെ തൗഫീഖ് തർന്നു. ഇതായിത്തിക്ക് റസൂലുള്ള പഠിപ്പാട്ടിയതായ സുബൈഗ് അസർ ചൊല്ലുകോ പഠിപ്പാട്ടിയതായ ഒരു ദുആയുടെ അർത്ഥ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്കൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹ് നാഫിയായ ഇൽമും ത്വയ്യിബായ റിസ്കും കബൂലാക്കിരതായ ഒരു അമലും അല്ലാഹ് നീನು നക്ക് തർന്നു. അല്ലാഹ് ചൊന്തു അല്ലാഹുരൊಟ್ಟಿಗೆ ഒരു വിനീത ആയിട്ടുള്ളതായ മനസ്സിൽ കെബറില്ലാത്തതായ അല്ലാഹുരെ മുട്ട രുജുവാക്കിരതായ ഒരു വ്യക്തി ദുആക്കേണ്ടതായ ഒരു ദുആ. ഇത് ഞങ്ങൾ പ്രഭാതത്തിൽ എപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വേണം.
എന്ത് കായ്ത്തിക്ക് റസൂൽ ഇങ്ങനെ പഠിപ്പാട്ടിയത്? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ അന്ത്യദിന ഖിയാമത്ത് നാൾ മുട്ടാവുമ്പോത്തുകോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിങ്ങൾ ഒരു വിഭാഗ എതിരെതിരായിട്ട് ബറു. ഹലാൽ തിന്നെങ്കിൽ ഏത് അമൽ മുത്തഖബ്ബലാവുടെ, ഹലാൽ തിന്ന മാത്രമായിത്തിക്കറ് അമൽ മുത്തഖബ്ബലാവുടെ. അത് ഹദീസും ഖുർആനും അതിക്ക് പ്രൂഫായിത്തിക്കറ്, ദലീലായിത്തിക്കറ്. റസൂലുള്ള ഉമ്മത്തിങ്ങളിൽ പേടിച്ചതായ വിഷയം എന്ത്? യഅതി അലന്നാസി സമാനുൻ, യഅതി അലന്നാസി സമാനുൻ, നന്റെ ആൾമാർക്ക് ഒരു സമാന വറകുണ്ടു, നന്റെ ആൾമാർക്ക് ഒരു കാലവറകുണ്ടു. ആ കാലത്തിന്റെ പ്രത്യേകത എന്ത്? ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ അമിനൽ ഹലാൽ ഔ മിനൽ ഹറാം, അമിൻ ഹറാം ഔ മിൻ ഹലാൽ. റസൂലുള്ളാഹി പഠിപ്പാട്ടിയതായ ഒരു വിഷയ. ആ ഒരു കാല വരുമ്പോഴത്തേക്കും ലാ യുബാലിൽ മർഉ ലാ യുബാലിൻ നാസു, ആൽമാർ കേറെ ആക്കല ബിമാ അഖദൽ മാൽ, എന്ത് പൈസ അവന് സമ്പാദന ആക്കരുത്. അവന്റെ അക്കൗണ്ടുക്ക് പണ്ടതായ പൈസ, അവന്റെ പോക്കറ്റിക്ക് പണ്ടതായ പൈസ, അവന്റെ പർസുക്ക് പണ്ടതായ പൈസ, അവന് ഖർച്ചാക്കുന്നതായ പൈസ, അവൻ അവവെക്കുന്നതായ പൈസ, അവൻ ആഹാരത്തിൻ്റെതായ പൈസ, ഈ പൈസ ഇത് ഹറാമുൽ നിന്നു വന്നതാ, ഹറാമു കാരണത്തിൽ വന്നതാ, ഹലാലായ കാരണത്തിൽ നിന്ന് വന്നതാ ചൊന്തുള്ളതായ വിഷയത്തില് ആ സന്ദർഭത്തിലുള്ളതായ ആലുമാറ് അങ്ങ് ക്യാരേ ആക്കല. അങ്ങനത്തെ ഒരു ജനവിഭാഗ ബറകുണ്ട് ചൊന്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ പഠിപ്പാട്ട്. അപ്പൊ ഞങ്ങൾ സൂക്ഷിക്കേണ്ടതായ വിഷയം എന്ത്? ഞങ്ങൾ കയറാക്കേണ്ടതായ വിഷയം എന്ത്? ഞങ്ങൾ സമ്പാദന ആക്കരുതായ, ഞങ്ങൾ കസ്ബാക്കിട്ട് ഞങ്ങൾക്ക് കിട്ടിയതായ ആ ഒരു പൈസ ഇത് ഹറാമായ മാർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്, ഇതിനൊക്കെ ഹക്കുണ്ടാ ഇതിനൊക്കെ ഹക്കില്ലേ ചൊന്തുള്ള വിഷയത്തില് ചിന്തനാക്യം പിന്നെ മാത്രമായിട്ടിക്കൊണ്ടു ഞങ്ങളേതായിട്ട് ആ പൈസ അക്സെപ്റ്റ് ആക്കേണ്ടത്. ഹറാമ ഹലാല ചൊന്തുള്ള വിഷയത്തില് തർക്കമുള്ളതായ ഒരു സമ്പത്ത് ഞങ്ങൾക്കത് ബറഗു തീരാ ചൊന്തുള്ളതായ ഒരു ಖಂಡಿತಾയിട്ടുള്ള സ്വഭാവ ഒരു മുഅ്മിനായി അവന്റെ മനസ്സിലിക്കൊണ്ടു ചൊന്തായിത്തിക്കറ്. ഈ ഹദീസും ഈ ഖുർആന്റെ വചനവും ഞങ്ങൾക്ക് പഠിപ്പാടി തന്നതായ വിഷയ. ഒന്നാമത്തെ ഭാഗതായിത്തിക്കറ് എന്ത്? റസൂലുള്ള പഠിപ്പാട്ടിയ ദുആല് പ്രാധാന്യത്തെ തന്നത് ഹലാലായ ആഹാര തിന്നോണു, അത് അമൽ കബൂലാവു കാരണാവുಡು. ഒന്ന്. രണ്ടാമത്തെ റസൂലുള്ള ഉമ്മത്തിങ്ങളിൽ പേടിച്ചത് ഹറാമു ആയിട്ടുള്ളതായ സമ്പാദനത്തിൻ്റെതായ ഒരു വിഭാഗാൽമാർ ബറൂ ചൊന്തുള്ളതായ ഒരു വിഷയ റസൂലുള്ള പഠിപ്പാട്ടിര്. പിന്നെ അല്ലഹ്മുല്ലദീ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ബലന്ന് വന്നതായ ഇറച്ചുണ്ടല്ലേ, ഹറാമു തിന്ന കാരണത്തിലായി തിക്കറവന്റെ ശരീരത്തിൽ ആ ഇറച്ചി വന്നതേ ചൊന്തുണ്ടെങ്കിൽ ആ ശരീരത്ത് ഫന്നാറു ഔലാ ബിഹി, നരക്കായി തിക്കർ അത് ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ചൊന്തു അള്ളാന്റെ റസൂല് പഠിപ്പാടി തണ്ട്. അപ്പൊ ഞങ്ങളെ ശരീര ഞങ്ങൾ വളർത്തേണ്ടത് ഹറാമല്ല. ഞങ്ങൾ ബലത്തെ ഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. സ്വഹാബികളായ വനിതമാര് മാപ്പിളമാര് സ്വഹാബിങ്ങളെ സ്വർത്തുക്ക് പോകുമ്പോഴത്തേക്ക് ചൊല്ലതായ ഫലക്ക ഔത്തു തിന്നോകു കുടിക്കോകു ഒന്നും ഇല്ല. അയങ്ക ഇന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങ പൈച്ചിത്ത് ബേറിൽ ഒന്നില്ലെങ്കും ഞങ്ങ സബറാക്കുക. വലാ നസ്ബിറു അലൻ നാർ, നരകത്തിന്റെ വിഷയത്തിൽ സബർ കാട്ടുകവലെ. അതുകൊണ്ടു സമ്പാദന നിങ്ങളത് ഹലാലായി മാത്ര ഔത്ത് ഉള്ളത് കൊമ്പറണു ചൊന്തുള്ളതായ ഒരു ಖಂಡಿತಾയിട്ടുള്ളതായ സ്വഭാവ ഔത്തിന്നതായ അൻസാരി മുഹാജിരി സ്വഹാബി വനിതമാർക്കിന്ത് ചൊന്തായിത്തിക്കറ് ഹദീസും സ്വഹാബി ജീവന ചരിത്രയും ഞങ്ങൾക്ക് പഠിപ്പാടി തണ്ടത്. അപ്പൊ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഹലാലായത് തിന്നണു, ഹലാലായത് കിട്ടു ദുആക്കണം. ഒരു ഭാഗം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും എന്തായിത്തിക്കറ് ഹലാലായ മാർഗ പണ സമ്പാദന ആക്കൂ. റസൂലുള്ള പഠിപ്പാട്ടിയതായ വ്യത്യസ്ത മാർഗമുണ്ട്. ആൽമാര മുന്നോല് പോയിട്ട് നക്കൊന്നും ഇല്ല ചൊന്തു ഗതികേട് ചൊല്തു ആൽമാരിടയില് ഭിക്ഷ എടുക്കരെ കാട്ടി ഹൈർ റസൂലുള്ള ചൊന്നത് ഒരാള് പോയിട്ട് എന്താക്കര് ബെറവ് കൊമ്പന്ത്, പിന്നെ അവന് സൂക്കുക്ക് പോയിട്ട് പിന്നെ അതിനെ വിട്ടിട്ട് എങ്ങനെ ഒരു ബല്ലെടുത്തിട്ട് അവന് ഗുഡ്ഡക്ക് പോയ അവിടെ കിട്ടിയതായ ബെറൂറെ അവന് ശേഖരാക്കിയിട്ട് അത് സംഗ്രഹിച്ചിട്ട് അത് റായത്ത് കൊണ്ട് ആർക്കെങ്കിലും കൊടുത്തിട്ടു അതിൽ കിട്ടിയതായ ചില്ലറ പൈസയിൽ തിന്നതായിത്തിക്കറ് നിക്ക് ബേറാൽമാര മുട്ട പോയിട്ട് ഭിക്ഷ എടുക്കരെ കാട്ടി ഹൈറ് ചൊന്നത്. അപ്പോ ഒരാള് ഒരു സ്വറ ആക്കരുത്, ഒരാള് ഒരു ഫിസിക്കലി ആയിട്ടുള്ളതായ ജോബ് ആക്കിയിട്ട് കല്ലിര സ്വർത്തുക്ക് പോകേണ്ടതാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂലി സ്വർത്തുക്ക് പോകേണ്ടതാ, ഇത് ഹലാലായിത്തിക്കര്. അതിനൊട്ടിಗೆ ഇസ്ലാം വേറെ പഠിപ്പാട്ടിയത് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ.
അള്ളാഹു ബാനിയാക്കുന്നത്, വ്യവഹാരാക്കുന്നത്, ബിസിനസ് ആക്കുന്നത് അള്ളാഹ് ഹലാലാക്കി തന്നത്. ബിസിനസ്സിൽ കിട്ടിയതായ ലാഭ ഞങ്ങൾക്ക് അത് സമ്പാദനാക്ക, ഞങ്ങൾക്ക് എടുക്ക, ഞങ്ങൾക്ക് ഉപയോഗിക്ക, അത് ഇസ്ലാം ഹലാലാക്കി തന്നതായ ഒരു മാർഗായിത്തിക്കറ്. എങ്ങനെ ബിസിനസ്? ഒരു വ്യക്തി ഒരു മീൻ, അവന് മീൻ എടുത്തത് 100 രൂപയ്ക്ക്, അവന് വിൽക്കുന്നത് 120, 130 രൂപ വിൽക്കണം. വിൽക്കുമ്പോൾ 30 രൂപ ലാഭം കിട്ടും. ആ ലാഭം അവന് ഉപയോഗിക്ക, അത് ഇസ്ലാം ഹലാലാക്കിയതായിത്തിക്കറ്. അവിടെയും ഇസ്ലാമിലും പിന്നൊരു ഷറത്തുണ്ടോ, അതിനെ കാട്ടി ചക്രലാഭം എടുക്കുക തീരാ. ചൊന്നെങ്കിൽ 100 രൂപയുടെ വസ്തുക്കു 250, 300 രൂപ ആക്കിത്ത് യാറാക്കിത്ത് ആ വസ്തുരെ ശേഖർ ആക്കിത്ത് ಬೇರೆ ಜಾಗದಲ್ಲಿ ಗೋಡೌನ್ ಸ್ಟಾಕ್ ಆಕಿತ್ತು. അങ്ങനെ ആൽമാരെ ഒരു കാലസന്തെ ആക്കിത്ത് വിൽക്കുന്നത് ഇസ്ലാം അനുമതി ഇല്ല. റസൂൽ ചെന്നത് ഖാതിഉൻ, അങ്ങനെ ഫേക്ക് ആയിട്ടുള്ളതായ ഡിമാൻഡ് മാർക്കറ്റിൽ കൊമ്പണ്ടതായ ആൽമാർ അവന് തപ്പുകാരായിത്തിക്കറ ഇസ്ലാം പടിപാടി തണ്ട്. എന്ത് പണ്ട് നീർലിയുടെ വിഷയത്തിൽ ബലാറായപ്പോത്തുകു കംപ്ലീറ്റ് ഗോഡൗണിൽ സ്റ്റോക്ക് ആക്കിത്ത് അതിന്റെ ബല 3-4 ഇരട്ടി ഡബിൾ ആക്കിത്ത് പിന്നെ കൊടുക്കുന്നതായ ഏർപ്പാട്, അങ്ങനത്തുള്ളതായ ഏർപ്പാട് ഇസ്ലാം അനുമതിച്ചിട്ടില്ല. അയങ്ക ഇസ്ലാം ബാനിയ വ്യവഹാര അനുമതിച്ചതായിത്തിക്കറ്. മാന്യായിട്ടുള്ളതായ ലാഭം എടുത്തിട്ട് കസ്റ്റമർക്ക് വസ്തു വിത്തിട്ട് അതിന്റെ ലാഭം ഉപയോഗിക്കാം. അയങ്ക ഇസ്ലാം ഹറാമായ മാർഗത്തിൽ ചൊന്തല്ല, വലിയ തപ്പായിട്ടും വലിയ ഒരു ഹറാമായിട്ടും സബഉൽ മുബിഖാത്ത്, ഏത് വലിയ പാപത്തിൽ ഇസ്ലാം എന്നതായ ഒരു മാർഗായിത്തിക്കറ്, ഒരു മാർഗായിത്തിക്കറ് കസ്ബുര ഒരു മാർഗായിത്തിക്കറ്. അർരിബാ, ബഡ്ഡി ചൊന്തുള്ളതായ വിഷയ, ബഡ്ഡി ചൊന്തുള്ളതായ വിഷയ റസൂലുള്ളാഹി പഠിപ്പാട്ടിയത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടതായ ഒരു ഹദീസിലുണ്ട്, ഇജ്തനിബുസ് സബഅൽ മുബിഖാത്ത്. സബഉൽ മുബിഖാത്തിനെ നിങ്ങ എത്ര ദൂര ഓടുകോട അത്ര നിങ്ങ ദൂര വിടണു. അശ്രിക്കു ബില്ലാഹി സിഹ്റു ചൊന്തു പഠിപ്പാട്ടിത്ത് റസൂലുള്ളാഹി പിന്നെ പഠിപ്പാട്ടിയതായ വിഷയായിത്തിക്കറ് വഅകുലുർ റിബ. വഅകുലുർ റിബ, റിബ ബഡ്ഡി അത് തിണ്ട ഒരു വ്യക്തി ಅವನು ಸಬഉಲ್ ಮುಬಿಕಾತ್ ಆಯ್ತಿಕರೆ ಅವನು ಹಾಕಿಕೊಂಡುള്ളത് ಚಂತು റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി. അതുകൊണ്ട് ഞങ്ങൾ യാറെ ജാഗ്രത ആക്കേണ്ടതായ ഒരു വിഷയത്തിക്കറ് റിബര വിഷയത്തിലുള്ളതായ ഏത് സൊറായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ദൂരയിക്കൊണ്ടു ചൊന്തായിത്തിക്കറ് റസൂലുള്ളാഹി ഹദീസിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ടത്. അത് മാത്രല്ല ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ചൊല്ലു, വിശുദ്ധ ഖുർആനിൽ കുഫർ കഴിഞ്ഞെങ്കിൽ യാരെ അള്ളാഹു എതിർത്തതും അള്ളാഹു ഇഷ്ടമില്ലാത്തതായ ഒരു വിഷയം എന്തിനെ ചൊന്തുണ്ടെങ്കിൽ അള്ളാഹുര ഗ്രന്ഥത്തിന് നാണ് മനവരിക്കാക്കിയപ്പോൾ നക്ക് കൊന്തായത് അത് ബഡ്ഡി മാത്രമായിത്തിക്കറ്. കാരണം എന്തിനായിത്തിക്കറ്? ಬೇರೆ ഏത് തപ്പുണ്ടെങ്കിൽ അല്ല ആ തപ്പാക്കിற വ്യക്തി എതിർകു നാണ് യുദ്ധ നാണ് ഘോഷണാക്കിற ചൊന്തു എവിടെയും ചൊന്നിട്ടില്ല. അയങ്ക അള്ളാഹു സുബ്ഹാനഹു വ തആല ബഡ്ഡി തിണ്ടതായ ആൽമാറ് അങ്ങനെ എതിരിൽ നാണും അള്ളാഹു റസൂലും യുദ്ധ പ്രഖ്യാപിച്ചിരാ ചൊന്തു പഠിപ്പാട്ടെ ചൊന്തുണ്ടെങ്കിൽ 2ാമത്തെ അധ്യായ സൂറ അൽ ബഖറ, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ. ഈമാനര ലവലേശ നിങ്ങളെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ബഡ്ഡിരെ പിറവ് പോകുതീരാ, വിടണം. വല്ലം തഫ്അലു, നിങ്ങൾ അത് പ്രവർത്തിക്കുകയോ ബഡ്ഡിരെ ബുടകു നിക്ക് മനസ്സില്ലെങ്കിൽ അതിന്റെ വ്യവഹാരത്തിൽ കണ്ടിന്യൂ ആക്കുന്ന മനസ്സുണ്ടെങ്കിൽ റസൂലുള്ളാഹി പഠിപ്പാട്ട് ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അല്ലാഹു അങ്ങനെ എതിരോ യുദ്ധ പ്രഖ്യാപനാക്കിത്തുള്ള, അല്ലാഹു റസൂൽ അങ്ങനെ എതിരോ യുദ്ധ പ്രഖ്യാപനാക്കിത്തുള്ള. വൈൻ തുബതും ഫലകും റൂസു അംവാലികും, തൗബാക്കെങ്ക നിങ്ങൾക്ക് അതിരെ അസ്ലിയായിട്ടുള്ളതായ നിങ്ങൾ കൊടുത്തതായ പൈസ നിങ്ങൾക്ക് എടുക്കാ. നിങ്ങൾക്കും ലാസ് ആകുത്തീറ, വേറെ ആൾക്കൊരു അക്രമ ആകുത്തീറ. ഇതായിത്തിക്കർ ഇസ്ലാം പഠിപ്പാടി തണ്ടത് സൂക്ഷിക്കേണ്ടതായ വിഷയത്തിക്കർ. അപ്പോ ഇതിരെ ഒരു ബേസ് ഞങ്ങൾക്ക് കൊന്തായിത്തല്ലേ റിബമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏർപ്പാടും ഒരു മുഅ്മിനിക്ക് തീര. ആധുനിക കാലഘട്ടത്തിൽ ഞങ്ങളെ റായത്ത് ഇസ്ലാമിക് അല്ലാത്ത റായത്തിൽ ബാങ്ക് ആയിട്ടുള്ളതായ ഒരു അക്കൗണ്ട് ഇല്ലാണ്ട് ഒരാൾക്ക് ഒരു കസ്ബിനെ നിക്ഷേപിക്കുക അല്ലെങ്കിൽ വേറെന്താക്കുക ആയോണ്ടില്ല. നോട്ടു കംപ്ലീറ്റ് ബാൻ ആയ സന്ദർഭത്തിൽ അക്കൗണ്ട് ഇന്നെങ്കിൽ അങ്ങനെയുള്ളതായ സമ്പത്ത് തിരിച്ചു കിട്ടുന്നതായ സന്ദർഭം. അപ്പൊ ഇങ്ങനെ റായത്തിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കാണ്ടിരിക്കുകവല്ലേ. അപ്പൊ ഇത് എന്തായിത്തിക്കറ ഒരു പരിഹാരം? അങ്ങനെ എടുക്കുക അനുമതി ഉണ്ടാ? അതിൽ സൗദി പണ്ഡിതന്മാർ അനിസ്ലാമിക രാഷ്ട്രത്തിൽ ബാങ്ക് അക്കൗണ്ട് ആക്കിയ വിഷയത്തിൽ പഠിപ്പാട്ടിയതായ വിഷയ ലാസ്റ്റിങ്ങനായിത്തിക്കറ്. ഒന്നാമത്തത് ഒരു വ്യക്തി കറണ്ട് അക്കൗണ്ട് എടുക്കുക ആ രൂപത്തിൽ നോക്കണം. വേറെ ഒരു സാധ്യത ഇല്ലെങ്കിൽ എത്ര ആവുടാ അത്ര ദൂരം നിൽക്കണം. അതിൻ്റെ ഒരു ഫർമുക്ക് മാത്രമായിത്തിക്കറ് ഈ ഒരു അനുമതി ഉള്ളത്. അല്ലാണ്ട് ഞങ്ങൾക്കുള്ളത് പിന്നെ സേവിങ്സ് അക്കൗണ്ട് മാത്രം.
അങ്ങനെയൊക്കെ സന്ദർഭത്തിൽ അൽ ഹാജത്തുൽ ആമ്മ തുൻസിലു മൻസിലത്തൽ ദറൂറത്തിൽ ഖാസ്സ, രണ്ട് വലിയ ഉപദ്രവമുണ്ട്. അതിൽ ചെറിയ രൂപത്തിലുള്ളതായ ഒന്ന് നമുക്ക് സെലക്ട് ആക്കുക ഇസ്ലാം ഫിഖ് നമുക്ക് അനുമതി തന്നിട്ടുണ്ട്. ആ ഒരു കാരണത്തിൽ മാത്രം ഒരു സപ്പോർട്ടിങ്ങും ഇല്ലാത്ത രൂപത്തിൽ ഒരു അക്കൗണ്ട് എടുക്കരുത്. ഒരു ലറൂറത്തിന ഒരു അവസ്ഥയിൽ മാത്ര അനുമതി ചൊന്തല്ല നമുക്ക് ആവാ ചൊന്തുള്ള ഒരു അഭിപ്രായ സൗദിയിലെ സലഫി പണ്ഡിതന്മാരുടെ വിഷയത്തിൽ തള്ളതായ ഒരു ഫത്വ. അപ്പൊ കാരണം അതിൽ ബഡ്ഡിവണ്ട് അത് ഞങ്ങൾ ചെറിയ രൂപത്തിലെങ്കിൽ സപ്പോർട്ടാക്കുന്ന രൂപത്തിലാവുള്ളൂ. അത് ഞങ്ങൾ സൂക്ഷിക്കുന്നതായിത്തിക്കര് ഹൈറ്, വേറെ ഒരു മാർഗം ഇല്ലെങ്കിൽ മാത്രം ചൊന്തായിത്തിക്കര് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ തന്നതായ ഒരു സപ്പോർട്ടു. പിന്നെ സഹോദരന്മാരെ, ഞങ്ങളെ റായത്ത് ഈ ബഡ്ഡി പരോക്ഷായിട്ടും പ്രത്യക്ഷായിട്ടും തിന്നതായ ആൾമാർ ഒരു ഹദീസ് ഞങ്ങൾ മനസ്സിലാക്കിയത് ആ വിഷയത്തിൽ ഞങ്ങൾ പറയാം. സമുറത്തുബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയതായ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, റഅയ്തുൽ ലൈലത റജുലൈൻ മിഅ്റാജിൽ റജാഉ, ഞാൻ ഒരു സഫർ പോകുമ്പോൾ ജണ്ടാല കണ്ടേ. ഫഅഖ്റജാനി ഇലാ അർളിൻ മുഖദ്ദസ, ആ ജണ്ടാളുടെ മുഖദ്ദസായ ഒരു ഭൂമി കൊമ്പോയാറ്. ഫന്തലക ഹത്താ അതൈനാ അലാ നഹർ, അയിൻ പിന്നെ ഞങ്ങൾ പോയതായ ജാഗയെ ചൊന്നെങ്കിൽ ഒരു നഹർ, ഒരു വലിയ പൊലരെ മുട്ട ഞങ്ങൾ എത്തിയ. ആ പൊലരെ പ്രത്യേകത എന്തേ ചൊന്നെങ്കിൽ അത് റെഡ് കളറിലുള്ള ഒരു പൊലായിന്ത്, മിൻ ദമിൻ ബ്ലഡ് ഉള്ളതായ ഒരു പൊലായിന്ത്. റജുലുൻ ഖായിമുൻ, ഒരു വ്യക്തി അതിരെ മുട്ട നിന്നിട്ടുള്ള. റജുലുൻ, അതിരെ ആ പൊലരെ നടുലു ഒരു വ്യക്തി അതാ പൊലരെ നടുലു നിന്നിട്ടുള്ള. ബൈന യദൈ ഹിജാറ, ഈ മുട്ട ഉള്ളതായ വ്യക്തി ഉണ്ടല്ലോ അവന്റെ കയ്യിൽ കല്ലുണ്ടോ. ഫഅഖ്ബല റജുലുൽ ലദീ ഫൈനഹർ, ആ പൊലരെ നടുലു നീന്തിയോണ്ടുള്ളതായ ആ വ്യക്തി കരകെ രക്ഷപ്പെടുക വേണ്ടിയിട്ട് മെല്ലെ മെല്ലെ ഇഞ്ഞോണ്ട് വന്നോണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ ആ കരലിൽ നിൽക്കുന്നതായ വ്യക്തി കല്ലെടുത്തിട്ട് ഈ വ്യക്തിയുടെ ബായിക്ക് ബലിച്ചു തെറിയുടേതായ അവസ്ഥ. ബായിക്ക് കല്ല് ബലിച്ചു തെറിയിട. അങ്ങനെ എറിഞ്ഞതായ സന്ദർഭത്തിൽ ഈ വ്യക്തിയുടെ ശരീര പൊട്ടതും അതിൽ നിന്ന് രക്തം ഇങ്ങനെ പുറത്തു വണ്ടതും ശരീര ഗായ അവിടേതായും അവസ്ഥ. പിന്നെ ഈ വ്യക്തിയുടെ ശരീര പല രൂപത്തുകെ ബണ്ട് പിന്നെയും എസ്കേപ്പ് ആവുക വേണ്ടിയിട്ട് കരക് ബണ്ടതായ സന്ദർഭത്തിൽ കരലുള്ളതായ വ്യക്തി അതാ കല്ലെടുത്ത് ഈ കൈ ഒരു പൊലരെ നടുലുള്ളതായ വ്യക്തിയുടെ തലക്ക് പിന്നെയും എറിയിട. തല പൊട്ടുറോ പിന്നെയും നൊമ്പലാവിടോ. അങ്ങനെ പിന്നെയും ഇത് റിട്ടേൺ ആയിട്ട് ഇതേ രൂപട്ട് റിപ്പീറ്റ് ആവുന്ന സന്ദർഭത്തിൽ നാണ് കേട്ടെ മൻഹാ ഉലായ ജിബ്രീൽ, ജിബ്രീലെ ഈ വിഭാഗാറ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഗൊന്തില്ല. റസൂലുള്ളാഹ മലായികത്തുമാർ കൊടുക്കുന്നതായ ഒരു ജവാബുണ്ടു. അല്ലദീ റഅയ്തഹു ഫിന്നഹർ, കാ ഒരു പൊളരെ നടുലു ഗായ അവിടേതായ വ്യക്തിയെ നീ കണ്ടല്ലേ, ബായും മുഖവും ആ പൊട്ടരതായ വ്യക്തിയെ നീ കണ്ടല്ലേ. ആ വ്യക്തി വേറെ ആരുമല്ല, ആ അഖിലു റിബ, അവನು ಬಡ್ಡಿ ತಿಂಡದಾಯ ಸ್ವಭಾವ ಅವನಿಗಿಂತ, ಬಡ್ಡಿ ತಿಂಡದಾಯ ಸ್ವಭಾವ ಅವನಿಗಿಂತ, അവന്റെ സമ്പാദനയിൽ ബഡ്ഡി ഇന്ത്. അങ്ങനെയുള്ളതായ വ്യക്തിമാരെ ഒരു വിഷയവും അല്ലാഹുരെ ആ പരലോകത്ത് ഇതേ ഒരു വിഷയത്തിലായി തികച്ചും ഞങ്ങൾ മനസ്സിലാക്കണു. ഇനി ഞങ്ങളുടെ ജീവനത്തിൽ ബണ്ടതായ ബഡ്ഡി അല്ല, അയങ്ക ബഡ്ഡി അല്ലാതെ ബഡ്ഡിയായി ബണ്ടതായ കുറെ വിഷയം ഞങ്ങളുടെ ജീവിതത്തിൽ സഹോദരന്മാരെ ഉണ്ട്. അത് കുറെ ഉണ്ട്. അതൊരു ഫിഖ് ക്ലാസ് വെച്ചിട്ട് ഒരു 2-3 മസാല വെച്ചിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറല്ല ക്ലാസ് എടുത്ത് തീർക്കുന്നതായ വിഷയത്തിക്ക് ആയങ്ക പ്രധാനമായിട്ടുള്ളതായ കുറെ വിഷയം ഞങ്ങൾക്ക് പഠിക്കുന്നുണ്ട് സഹോദരന്മാരെ. എന്തായിത്തിക്കറ വിഷയ ബിസിനസ്സിലെ കുറെ രൂപ എങ്ങനെ ബിസിനസ് ആക്കുന്നത് ഒന്നുമില്ല. ഒരു വ്യക്തി ഒരു ഫാർമ് ഒരു ബിസിനസ് തുടങ്ങുന്നതായ സന്ദർഭത്തിൽ അവന്റെ ദോസ്തിരൊട്ടിಗೆ കേൾക്കറ, നീನು ഇത്ര എന്താക്കണം ഇൻവെസ്റ്റ് ആക്കുക, നീ ഇത്ര ഇൻവെസ്റ്റ് ആക്കിയെങ്കിൽ ഏതൊരു ഓരോ തിങ്ക കലിയുമ്പോഴത്തേക്കും നിക്ക് ഫിക്സഡ് ആയിട്ടുള്ളതായി ഇത്ര ഒരു എമൗണ്ട് അല്ലെങ്കിൽ കൊടുക്കറോന്ന് ചൊല്ലിട്ട് എന്ത് നക്ക് ഇത്ര എമൗണ്ട് നീ തരുന്നു. ഒരു ബിസിനസ് തുടങ്ങുക, ആ ബിസിനസ്ക്ക് ನಾನು ಇನ್ವೆಸ್ಟ್ ಹಾಕುವೆ, ನಿಕ್ಕೆ ಪೈಸೆ ತರುವೆ, ನಿಕ್ಕೆ ನಾನು ಸಹಾಯ ಹಾಕುವೆ. ಅಯ್ಯಂಗ ಮಂತ್ಲಿ ನಕ್ಕೆ ಇತ್ರ ಆಯ್ತುಳ್ಳದಾಯ ಫಿಕ್ಸ್ಡ್ ಅಮೌಂಟ್ ನಕ್ಕೆ ನೀನು ತರ್ನು. ಆಯ್ತು, ಒಪ್ಪಂದ ಆಯ್ತು, ಅಗ್ರಿಮೆಂಟ್ ಆಯ್ತು, ಬಿಸ್ನೆಸ್ ಸ್ಟಾರ್ಟ್ ಆಗೋ ತೊಡಗಿಯ ಈ ಒಂದು ಸ್ನೇಹಿತ ಅವನಿಗೆ ಪೈಸೆ ಕೊಡ್ತು. ಆ ತಿಂಗಳು ಲಾಸ್ಟ್ ಆಗುಂಬತ್ತಿಗೂ 1ನೇ ತಾರೀಕು ಆಗುಂಬತ್ತಿಗೂ ಕ್ಲಿಯರ್ ಆಯ್ತುಳ್ಳದಾಯ ಆ ಒಂದು ಫಿಕ್ಸ್ಡ್ ಅಮೌಂಟ್ ಓಂಡೆ ಅಕೌಂಟ್ಗೂ ಓಂಡೆ ಪೈಸೆಗೆ ಓಂಡೆ ಔತುಗೂ ಅಂತ ಕೊಡ್ಕೊಂಡು ಅದು ಲಾಸ್ ಆವಟ್ಟು അല്ല പ്രോഫിറ്റ് ആവട്ടെ എന്തായെങ്കും ഈ തിങ്ങ കളിയുമ്പോഴത്തേക്ക് 1ാമത്തെ ആ ഒരു താരീഖിക്ക് പൈസ എന്താക്കണു, പൈസ കൊടുത്തതായ ഈ ഒരു ഫ്രണ്ടിക്ക് കട കൊടുത്തതായ ഫ്രണ്ടിക്ക് കിട്ടണം. ഇനി അതിന് നീನು തയ്യാറല്ലേ? എൻ്റെ പൈസ നഷ്ട നാക്ക് വിഷയമല്ല. അൽമാർ വിചാരിച്ചിരാറ് കുറെ അൽമാർ ഇത് ബഡ്ഡിയാ അല്ല,
ഇത് റിബമാ അല്ല. ഇത് ഒന്നാമത്തെ നമ്പർ റിബ ആയിത്തിക്കറ്. കാരണം ഇസ്ലാമിൽ ഏതൊരു വിഷയ ഈ സ്നേഹിത കൊടുക്കുന്നതായ ആ ഒരു പൈസരെ ഇസ്ലാം കർല് ചൊന്തായിത്തിക്കറ് ചൊല്ലത്. കർല് അല്ല ദൈന് ചൊന്തായിത്തിക്കറ് ചൊല്ലത്. പൈസ കൊടുക്കുന്നതായ ബാലൻസ് ഉള്ളല്ലേ അത് ദൈനായിത്തിക്കറ്. ആ ദൈനക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് നിശ്ചയിക്കുള്ളതായ അർഹത്തെ അറിയില്ല പൈസ കൊടുക്കുന്നതായ വ്യക്തിക്കില്ല. അവിടെ ബിസിനസ്സിന് വേണ്ടി കൊടുത്തതായെങ്കിൽ ആ ബിസിനസ്സിൽ ഒരു പെർസെൻറ്റേജ് നിശ്ചയിക്കാം. ഇത്ര പെർസെൻറ്റേജ് ലാഭം വന്നെങ്കിൽ നക്ക് ഇത്ര പൈസ വന്നെങ്കിൽ ഇത്ര പെർസെന്റ് നക്ക് നീന് തരണു. ഇൻ കേസ് എന്തെങ്കിലും ലോസ് ആയെങ്കിൽ ആ ലോസിന് ആണ്ടിനിക്ക് പൈസ കിട്ടുകയില്ല ചൊന്തുള്ളതായി ഷറത്തിലായെങ്കിൽ അത് അനുവദനീയ. അല്ലാത്ത കണക്കിലായെങ്കിൽ അത് എന്ത് വേണമെങ്കിൽ ചൊല്ലട്ട്, എന്ത് ഫർമ് വേണം ചൊല്ലട്ട്, ഫിക്സ്ഡ് ആയിട്ടുള്ളതായ പ്രോഫിറ്റ് നിശ്ചയിക്കരുത് ഇസ്ലാമുലോ അതിരെ ബൈ ആയിട്ട് കണക്കാക്കിയിട്ടേ ഇല്ല. ആ പൈസ തിன்றതായ ആൽമാർ തിണ്ടത് അത് പച്ച ബഡ്ഡി ആയിത്തിക്കറ്, അത് റിബ ആയിത്തിക്കറ്. അള്ളാഹു മുന്നുള്ള സമാധാന ചൊല്ലതായ അവസ്ഥ അങ്കൊണ്ടു. തിങ്കൾ കഴിയുമ്പോൾ 10,000 നീന് നക്ക് തറന്നു. ഒന്നാമത്തെ താരീഖ് നക്ക് തറന്നു. നിക്ക് ലോസ് ആവട്ടെ നഷ്ടാവട്ടെ ലാഭാവട്ടെ നക്ക് നോക്കണ്ട, ഒന്നും നോക്കണ്ട, നക്ക് ഈ പൈസ തറന്നു. ലോസ് ആയെങ്കും നക്ക് നീന് 10,000 രൂപ തറന്നു, നഷ്ടായെങ്കും തറന്നു. ഇനി അതിന് തയ്യാറല്ലെങ്കിൽ പൈസ താ മജ്ബൂറാക്കരുതായ അവസ്ഥ. ജണ്ടാളെ ഭാഗത്തും അതിലെന്തൊരു തപ്പുണ്ട്, ജണ്ടാള മാർഗത്തും തപ്പുണ്ട്. അതിരെ ഇടയിൽ ഇത് ഹലാലാവുടെ എങ്ങനെ ഈ ബിസിനസ് അവിടെ ആയിട്ട് ഇസ്ലാം പഠിപ്പാട്ടിയത് എന്ത്? ഇസ്ലാമിലു അത് ഹലാലാവണ ചൊന്തുണ്ടെങ്കിൽ ലാഭത്തിൽ ഇത്ര പെർസെന്റ്, ചിലപ്പോൾ അത് 2,000 രൂപ ആവും, ചിലപ്പോൾ അത് 20,000 രൂപ ആവും. യാരെ ലാഭം അത്ര കിട്ടൂ. കാരണം ഈ പെർസെൻറ്റേജ് നിശ്ചയിച്ചാറ്. അങ്ങനെ ആക്കുമ്പോഴത്തേക്കോ അങ്ങ് ഷെയർ പാർട്ട്ണർ ആവിടാറ്. ആ സന്ദർഭത്തിൽ ഈ പൈസ ഇൻവെസ്റ്റ് ആക്കിയതായ വ്യക്തി, അതിലെ ഫർമ്മ് തുടങ്ങിയതായ വ്യക്തി എന്തെങ്കിലും ലോസ് ആയെങ്കിൽ ഈ കട കൊടുത്തതായ വ്യക്തിയൊട്ടിക്ക് മുന്നമേ ചൊല്ലണം, ലോസ് ആയെങ്കിൽ ഇങ്ങനെ ബിസിയാ അതായത് ബിസിനസ്. അതല്ലാതെ ഏതെങ്കിലും സഹോദരന്മാർ ഏതെങ്കിലും ട്രാപ്പിൽ പോന്നുണ്ടെങ്കിൽ ഇപ്പമേ തൗബാക്കിയിട്ട് അതിൽ ഞങ്ങൾ ആ പൈസ ഇതാക്കിയത് അതിന്റെ വിഷയത്തിൽ ഒരു പരിഹാരം കാണണം. ഒന്നു. രണ്ടാമത്തത് ഈ ഇടയിൽ വന്നതായ ഓൺലൈനിൽ നടക്കുന്നതായ കുറേ വിഷയത്തുള്ളതായ ഹറാമറ ഒരു രൂപ. എന്തിന് എല്ലാവരും ബിസിനസ്, ആ ബിസിനസ്, ഈ ബിസിനസ്, MLM ബിസിനസ്, ഇങ്ങനെയുള്ള കുറേ വിഷയത്തിൽ പണ്ട് ഇത്ര പൈസ കൊടുത്തങ്കാಯ್ತು പെറോൾ ചെണ്ടാൽ ആഡ് ആക്കും. കൊടുക്കുന്നതായ ആ പൈസക്ക് നിശ്ചിത ആയിട്ടുള്ളതായ ഒരു പൈസ ക്ലിയർ ആയിട്ട് ഒന്നാമത്തെ താരീഖ് അക്കൗണ്ട് വന്നതായ വിഷയ അക്കൗണ്ട് വന്നതായ വിഷയ മലബാർ ഭാഗത്തല്ല വ്യാപകമായിട്ട് ശരിക്കും മൊബൈൽ ഫോൺ എത്താത്ത ജാഗയിൽ സാന അവിടെ പോയിട്ട് സാന പാവത്തങ്ങളെ ഇതേ രൂപത്തിൽ എങ്ങനെ ബഡ്ഡിയല്ല ഹറാമല്ലാത്ത ഒരു ലാഭം നിനക്ക് തണ്ടത്. ഈ സന്ദർഭത്തിൽ ഈ പാവത്തെ വ്യക്തി സമ്പാദനാക്കിയത പൈസ വിചാരിക്കരുത് നക്കും തൃപ്തി അള്ളാഹുവും തൃപ്തി. കാരണം ബഡ്ഡിയില്ലല്ലേ ചൊന്തുള്ളതായ ഒരു വിഷയ ജണ്ട് ഒരേ രൂപത്തിലാവിടും. പിന്നെ ഇത് രഹസ്യ ഇടപാടായതുകൊണ്ട് ഇൻകം ടാക്സ് കൊടുക്കണ്ട, അതേ രൂപത്തിൽ ലാഭം നമുക്ക് കിട്ടും. അതേ രൂപത്തിൽ ಎಲ್ಲ ನಕ್ಕೆ ಸೌಕರ್ಯ ಕಿಟ್ರಲ್ಲೇ ಚೊಂತು 1 ಲಕ್ಷ ಕೊಡ್ತೆಂಗೆ ഒരു ತಿಂಗಳು ನಕ್ಕೆ 5,000 ರೂಪಾಯಿ അല്ലെങ്കിൽ 10,000 ರೂಪಾಯಿ ನಕ್ಕೆ കിട്ടറ്. ബാങ്കിലെ കാട്ടി യാറ് നക്കൂടെ പൈസ കിട്ടറ് ഇൻവെസ്റ്റ് ആക്കാറ്. അതിരെ പെറവുല് നടക്കുന്നതായ കുറേ ബിസിനസ്സും യാറെ ഒന്നെങ്കിൽ ഫേക്ക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അതിരെ പെറവുല് പണ്ടത് ഈ കിട്ടുന്ന പൈസ എല്ലാം ഇൻവെസ്റ്റ് ആക്കിയിട്ട് അത് ബ്ലേഡിക്ക് പൈസ കൊടുത്തു, ബഡ്ഡിക്ക് ഇങ്ങനെ കൊടുത്തു, ഫിനാൻസിങ് കൊടുത്തു കിട്ടതായ പൈസ സോർസ് അറിയാത്ത ഒരു പെറവുല് ഒരു വിഷയത്തിലെ പെറവുല് ഒരു മോന് പോകുത്തീര നക്കിത് സൊറ ಇಲ್ಲ ನಕ್ಕಿದರೆ ಪರವಳು ಎಂದರೆ ಚೊಂತು ಗೊಂತಿಲ್ಲ ಚೊಂತುಳ್ಳದಾಯ ಒಂದು ಕಾರಣ ಇದರ ಪರವಳು ಚೊಂತು ಸಹೋದರನ್ಮಾರೆ ಮುഅ್ಮಿನೀಗಳಾಯ ಆಲ್ಮಾರ್ ಒರ್ಕೊಲ್ಲಂ ಇದರ ಪರವಳು ಹೋಗು ತೀರಾ ಚೊಂತ ಆಯ್ತಿಕರು ಇಸ್ಲಾಂ ಪಡಿಪಾಡ್ತಂಡದು ಎಂದಾಯ್ತಿಕರು ಬಡ್ಡಿ ಇಸ್ಲಾಂ ಪಡಿಪಾಡ್ರು ಕುಲ್ಲು ಕರ್ಲಿನ್ ಜರ್ರ ನಫ್ಅನ್ ಫಹುವ ರಿಬಾ. ಏದು ಪೈಸಾ ಒಟ್ಟು ಆ ಪೈಸೆ ನಂಗೆ ಕಡ ಕೊಡ್ತದಾಯ ಪೈಸೆ ನಂಗೆ ಅದರ ಪ್ರಾಫಿಟ್ കിട്ടതായ ഒരു രൂപ ഉണ്ടെങ്കിൽ അത് ഇസ്ലാം പ്രകാര ബഡ്ഡിയെ എന്ത് ന്യായീകരിച്ചെങ്കിൽ അത് ബഡ്ഡിയെ എങ്ങനെ ഏത് കട ഏത് പൈസ ഞങ്ങൾ ആൾമാർക്ക് പൈസ കൊടുത്തെങ്കും അതിൽ ഞങ്ങൾക്ക് ജർറ മൻഫഅതൻ നഫഅതൻ ഒരു ഉപകാരം ഞങ്ങൾക്ക് റിട്ടേൺ തണ്ടതായ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ വിചാരിക്കൊരു ആ പൈസ അത് ഞങ്ങൾക്ക് ഹലാലല്ല. കട ഇൻവെസ്റ്റ് ആക്കുന്നത് കടാര വിഷയത്തിലല്ല, കാരണം നഷ്ടമായി കൊണ്ടതും പോണ്ടു. കട ഇങ്ങനെ റിട്ടേൺ കംപ്ലീറ്റ് കിട്ടണം. കട കൊടുത്തെങ്കിൽ 10,000 രൂപ കട കൊടുത്തെങ്കിൽ ആ കട കംപ്ലീറ്റ് കിട്ടണു ചൊന്തുള്ളതായ അഗ്രിമെന്റ് ആയിട്ട് നിങ്ങളുടെ ഇടയിൽ നടക്കരുത്. ഇൻവെസ്റ്റ് അങ്ങനല്ല, 10,000 രൂപ കൊടുത്തൽ 2,000 രൂപ ലോസ് ആയെങ്കിൽ ഈ ലോസ് ഒന്ന് സഹിക്കൂ തയ്യാറുള്ള. അപ്പൊ അതിൽ കിട്ടത് പ്രോഫിറ്റ് 10,000 രൂപ അങ്ങനെമേ അവിടെ ബാക്കിയാവണു. ആ 10,000 രൂപ ബാക്കിയാവുന്നതിന് ഒട്ടിಗೆ നക്ക് ഉപകാരവും കിട്ടണു. വിഷയം മനസ്സിലാക്കണു. റിബയും അതേ രൂപത്തിൽ ബൈയും വ്യത്യാസം നോക്കണു. 10,000 രൂപ ഇൻവെസ്റ്റ് ആക്കിയെങ്കിൽ അതിൽ 3,000 രൂപ ലോസ് ആയെങ്കിൽ കൊടുത്ത വ്യക്തിക്ക് ആ 3,000 രൂപ പോട്ടു. ನಾನು ಅದ್ರಲ್ಲಿ ಶೇರು ಕೂಡಿಯೋಣಲ್ಲೇ ಚೊಂತು ಬಿಯಾರಿಕ್ರ
കിട്ടതായ ലാഭത്തിൽ ഏറുപേരിക്കര് ഇത് ഹലാലായിത്തിക്കര് ഇതായിത്തിക്കര് ബൈ കട കൊടുത്തു റിബ അവിടെ എങ്ങനെ 10,000 രൂപ കൊടുത്താ 10,000 രൂപ കൊടുത്തെങ്കും ലോസ് ಬಂದೆಂಗು ಅವನಿಗೆ ಆ ಪೈಸೆ ಕಿಟ್ಟೋನು 10,000 ರೂಪಾಯಿ ಲಾಸ್ ಆದರೆ ಇನ್ವೆಸ್ಟ್ ಹಾಕಿയ ವ್ಯಕ್ತಿಗೆ ಲಾಸ್ ಆಯಂಗು ಓನುಗು ಕೊಡ್ತೋನುಗು ಅದು ಬಾಧ್ಯತೆಯೇ ಇಲ್ಲ ಅವನ ವಿಷಯത്തിലേ നോക്കണ്ട എല്ലാ ഒരു തിങ്കളും ಅದರ ಮನ್ಫಾತ್ ನಫಾತ್ ಕಿಟ್ರ ಅವಸ್ಥೆ ಉಂಡೆಂಗೆ ಅದಾಯ್ತು ಇಸ್ಲಾಂಲು ಕುಲ್ಲು ಕರ್ಲಿನ್ ಜರ್ರ ನಫಾನ್ ಫಹುವ ರಿಬಾ ഏതൊരു കട കൊടുത്തെങ്കും അത് ഞങ്ങൾക്ക് ഉപകാര തിരികെ തന്റെ ചൊന്തൊരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് റിബ ആയിത്തിക്കറ് എത്രത്തോളം ചെന്നെങ്കിൽ ഇസ്ലാം ബംഗാർ ഇതാവട്ടെ മാലാവട്ടെ കയ്യിൽ ഇതാവട്ടെ ചെയിനാവട്ടെ അതേ രൂപത്തിൽ മൊയ്റാവട്ടെ എന്തോ ആവട്ടെ ഒരു പീഡിയയിൽ ഉമ്മമാർ സഹോദരന്മാർ പോകുമ്പോഴുള്ള വിഷയ ഇത് തമാസായി കാണും ആയെങ്ക ഇസ്ലാമിൽ ബംഗാറ എന്തു ഇന്നെങ്കും ഇസ്ലാമറെ കണക്ക് പ്രകാരം അത് കോയിൻ ആയിത്തിക്കറ് 10 പൗണ് ബംഗാറുണ്ട് ഒരു ജ്വല്ലರಿಗೆ ഒരു പോയ ഇത് മണിക്കൂർ വിവരിക്കുന്നതായ ഒരു മസാല ആയിത്തിക്കറ് എന്തിനാ ഇതിന് കാരണം പിന്നെ ഇൻഷാ അല്ലാഹ് പീഡിയക്ക് പോയിട്ട് നോക്കുമ്പോഴത്തേക്ക് കുറേ ന്യൂ മോഡൽ കുറേ ഡിസൈൻ ಬಂತುಂಡು ഈ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ആസೆ പല ഈ ഒരു ഇതെടുത്തിട്ട് മാല എടുത്തിട്ട് ഇത് കൊടുത്തു ഞങ്ങൾ വേറെ എടുക്കാം ഇതെത്ര 10 പൗണ്ടുണ്ട് ആ ഡിസൈൻ ഉള്ളതായ മാലയ്ക്ക് എത്ര പൈസ ഉള്ളത് അത് 7 പൗണ്ടുള്ളത് ഇത് മുന്നമേ എപ്പോഴോ എടുത്തത് ഇപ്പം റേറ്റ് ഏറായിട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കു ഈ ഉമ്മ ആ ഒരു മാലരെ കൊടുത്തു 10 പൗണ്ട് കൊടുത്തു ಅದರ ಬದಲು 7 പൗണ്ട് ഉള്ളതായ ഈ മാലരെ പർച്ചേസ് ആക്കുന്നത് ഇസ്ലാമിലോ അത് റിബ ആയിത്തിക്കറ് ഏതൊരു ആലിമുറ മുട്ട പോയിട്ട് സഹോദരന്മാർ ഈ വിഷയത്തിൽ ഫത്വ കേട്ടെങ്കും ഒരു തർക്കം ഇല്ലാണ്ട് ഇതിനെ ചൊല്ലതേക്ക് റിബൽ ഫضل ഇസ്ലാമിലോ അടിസ്ഥാനമായിട്ട് റിബര വിഷയത്തിൽ പഠിപ്പാട്ടിയതായ റിബൻ നസിയ റിബൽ ഫضل അങ്ങനെ പഠിപ്പാട്ടിയതായതിൽ രണ്ടാമത്തായിട്ട് റിബൽ ഫضലിൽ പെട്ടത് അപ്പൊ എങ്ങനെ ഇത് ബംഗാർ എടുക്കാം പല മാല വേണ്ട പുതിയത് വേണം ഇതിക്ക് പരിഹാരം എന്ത് ഇസ്ലാം പഠിപ്പാട്ട് അത് നിങ്ങ ഫസ്റ്റ് കൊമ്പോയിത്ത് ഈ പല മാലരെ നിങ്ങൾ കൊടുക്കണം കൊടുത്തു അതിരെ ക്യാഷ് ഞങ്ങളെ കൈക്ക് കംപ്ലീറ്റ് കിട്ടണം അതിന് പിന്നെ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നിങ്ങളുടെ ഇടയിൽ ഒരു വ്യവഹാര നിങ്ങളുടെ ഇടയിൽ ഈ പൈസ കൊടുത്തു രണ്ടാമത്തെ ഒരു ബിസിനസ് ഇത് എന്ത് വ്യവഹാര അതിൽ മാത്രം പുതിയ ഒരു മാല എടുക്കുക ഇതായിട്ട് ഇസ്ലാമിന്റെ മസാല അവിടെ സാണ് ഇസ്ലാം സൂക്ഷിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ ആൽമാർ മസാല കൊന്തില്ല ആൽമാർ അങ്ങനെ നടക്കുന്നതായ ബഡ്ഡിയുടെ രൂപം എത്രയുണ്ട് ജണ്ട് മൂന്നാമത്തത് ഇസ്ലാം പഠിപ്പാട്ടിയത് എന്ത് ഒരു വിഷയ ഒരു വ്യക്തി അടവെക്കിറ പണയ വെച്ചതായ വ്യക്തി അതിന് പൈസ എടുത്ത ഉദാഹരണം ഏതെങ്കിലും ഒരു വസ്തുരെ ഒരു വലിയ ഒരു പൈസക്കാരൻ്റെ മുന്നിൽ പോയിട്ട് പൈസക്ക് അവിടെ പൈസ വെച്ചിട്ട് 1 ലക്ഷം ഓൺ എടുത്തിട്ട് ഓണ് പോയ പൈസ കൊടുത്തതായ ആ ഒരു റിച്ച് പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു മുതലാളി പൈസ ഉള്ളോൺ ഇയാൾ വെച്ചതായ ഈ വസ്തു ഉണ്ടല്ലേ അതിനെ ഉപയോഗിക്കരുത് അത് ഇസ്ലാം പ്രകാരം റിബ ആയിത്തിക്കരുത് പണയ വെച്ചതായ വസ്തുരെ ഉപയോഗിക്കരുത് ഇസ്ലാം പ്രകാരം റിബ ആയിത്തിക്കരുത് അതിൽ ഇബ്നു ഖുദ്ദാമത്തുൽ ഹംബലി റഹ്മത്തുള്ളാഹിയും ചൊല്ലു ആധുനിക പണ്ഡിതന്മാരുള്ളായിട്ടുള്ള ലജ്നത്തു ദായിമയുടെ ഫത്വയും ഈ വിഷയത്തിൽ യാതൊരു തർക്കത്തിന് സംശയത്തിനിടയില്ലാണ്ട് അത് ഇസ്ലാമുലു അത് റിബ ആയിത്തിക്കർ കാരണം ഇൻകാനത ഹാദിൽ അർളുൽ മർഹൂന പണയ വെച്ചതായ ഈ ഭൂമി ഉണ്ടല്ലേ ഉർഹിനത ഫീ ദൈനി ഖർലിൻ ഇതിര ബദലക്ക് 1 ലക്ഷം ഈ ഒരു മുതലാളി പൈസ കൊടുത്തുറ കട കൊടുത്തുറ ഫൈനഹു ലാ യജൂസു ലിൽ മുർതഹിനി ഈ മുതലാളിക്ക് ഈ പൈസ എടുത്തതായ റിച്ച് പേഴ്സണക്ക് ഇത് ഒരു കാരണത്തിലും ജായിസ് അല്ല അൽ ഇന്തിഫാഉ ബിഹാ മുത്ലഖൻ ഈ ഭൂമിയെ ഈ ഒരു വസ്തുരെ ഈ ഒരു പണയ വെച്ചതായ വസ്തുരെ ഉപകാരം എടുക്കുന്നത് ഇസ്ലാമിൽ അനുമതിയില്ല കാരണം ലികൗനിഹി എന്തേ കാരണം ചൊന്നെങ്കിൽ പണയ വെച്ചതായ വ്യക്തി അവನು പൈസ എടുത്ത് പോയിറ പണയ സ്വീകരിച്ചതായ വ്യക്തി അവನು ജർറ നഫ്അൻ കൊടുത്ത 1 ലക്ഷത്തിക്ക് ഊടെ വെച്ചതായ അടവെച്ചതായ ഈ പണയ വെച്ചതായ വസ്തുവിൽ ഓൻ ഉപകാരം എടുക്കറ 1 ലക്ഷം ഒരു തിങ്കൾ കഴിയുമ്പോൾ റിട്ടേണും കിട്ടിറ് കൂടെ വെച്ചതായ വസ്തു നീത്തിದ್ರೆ മൻഫാത്തും കിട്ടിറ് അപ്പൊ ഈ കടത്ത് കൂടെ ഉപകാരം കിട്ടിയത് ഇതായിത്തിക്കറ് റഹന് ഇതായിത്തിക്കറ് റിബ ഇതല്ല അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമൊന്നല്ല ഇത് ശരിക്കും ചർച്ചയിൽ ക്ലോസ് ആക്കിയതായ വിഷയത്തിക്കറ് ആൽമാർ ഇതിന്റെ വിഷയത്തിൽ കൊന്തില്ല അങ്ങനെ കുറേ വിഷയത്തിൽ സാധാരണ കുറേ വിഷയത്തിൽ ആൽമാർക്ക് ഇതിലുള്ളതായ ആ ഒരു മസാല ഗൊന്തില്ല ചൊന്തായിത്തിക്കറ് പിന്നെ കുറേ ആൽമാർക്ക് ഒരു സംശയ ഈ ബാങ്കിൽ ഞങ്ങൾക്ക് പൈസ ഇങ്ങനെ പണ്ട് അക്കൗണ്ട് കൂടെ ഇപ്പം തുടങ്ങാണ്ട് ഗൊന്തില്ല അങ്ങനത്തുള്ളൊരവസ്ഥ അപ്പം അതിൽ വഡ്ഡി പണ്ട് എന്താക്കണം ആ സന്ദർഭത്തിലായിത്തിക്കറ് മുന്നേ കുറേ ആൾമാർ സ്വിസ് ബാങ്കിൽ ഒരു
വ്യക്തി ഇതേ രൂപത്തിൽ ഗൾഫിൽ ആ ഭാഗത്തെല്ലാം പോയപ്പോൾ അതിൽ നിക്ഷേപിച്ചതായ ഒരു പൈസയിൽ നക്കി പൈസ ಬ್ಯಾಂಡ್ ಆಚೊಂತ ಎಲ್ದಿ ಕೊಡ್ತಾ ಪೈಸೆ ನಂಗೆ ಬುಟ್ಟಂಗೆ ಎಂದ ಉಡು ರಿಬ ನಂಗಳ ಅಕೌಂಟಿಗೆ ಬಂತುಂಡು ಆ ಪೈಸೆ ಬುಟ್ಟಂಗೆ ಎಂದ ಉಡು ಬ್ಯಾಂಡ್ ಆಚೊಂತ ಎಲ್ದಿ ಕೊಡ್ತದಾಯ ഒരു നല്ലൊരു വ്യക്തി അപ്പം അങ്ങ് ആക്സെപ്റ്റ് ആക്കിയാർ ഈ പൈസ എവിടെ പോയിട്ട് തെല്ല് കലിയുമ്പൊത്തുകൂ അമേരിക്ക ഭാഗത്ത് നിന്നതായ ഒരു ഫർം ഒരു ട്രസ്റ്റ് നിന്നിട്ട് ഈ വ്യക്തിക്ക് മുസ്ലിമായ വ്യക്തിക്ക് ഒരു മെസ്സേജ് വന്നിട്ട് താങ്ക്സ് നിങ്ങൾക്ക് ധന്യവാദ കാരണം ഞങ്ങളെ ട്രസ്റ്റിനെ നിങ്ങൾ സഹായിച്ചാറ് അതിന് വേണ്ടി തന്നു ഈ ട്രസ്റ്റിൻ്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തനം ചെന്നെങ്കിൽ ഈ പൈസ എന്ത് പോയിട്ട് അള്ളാഹു അല്ലാത്ത ആൾമാരെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടതായ ആൾമാർക്ക് അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റിക്ക് മിഷനറിക്ക് പോയിട്ട് അത് പോയിട്ട് അത് പൈസ കംപ്ലീറ്റ് ഞങ്ങളെ റായത്തും അതേ രൂപത്തിൽ ട്രസ്റ്റ് കയറ്റിക്കുന്നത് പോകുള്ളതായ വ്യവസ്ഥ ഉള്ളത് അത് യാറെ ട്രസ്റ്റും ആൾമാർക്ക് നല്ലതാക്കിയതായ ട്രസ്റ്റല്ല ഇങ്ങനെയുള്ളതായ ട്രസ്റ്റിനായിത്തിക്കുന്നത് മാതാ അമൃതാനന്ദ നബി അങ്ങനെയുള്ള ചൊത്തുള്ളതായ കുറേ ട്രസ്റ്റ് ഉണ്ട് എല്ലാ ശിർക്കിര ട്രസ്റ്റിക്ക് പോകണം അപ്പോൾ ഈ പൈസ എന്താക്കണു ഇത് നശിപ്പിക്കുക ഇസ്ലാം അനുമതി തന്നില്ല അങ്ങനെയൊക്കെതായ സന്ദർഭത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം മാത്രം ആ കാലത്തിൽ ഒരുമിച്ച് കൂടിയതായ പണ്ഡിതന്മാരുടെ അഭിപ്രായം ആധുനിക കാലത്ത് വന്നതായ മസാലായിത്തിക്കർ ഈ പൈസരെ സെൽഫ് യൂസ് ആക്കുകവല്ല പിന്നെ അതിരെ റോഡ് ನಿರ್ಮಾಣ ಆಕ್ಕಿರೋದು ಸ್ವಂತ ಮನ್ಫಾತ್ಗಲ್ಲ ಅವತ್ತುಗಳ ರೋಡ್ಗು ಟಾರಿಡುಗಲ್ಲ ಸ್ವಂತ ಉಪಯೋಗತ್ತುಗಲ್ಲ ಆಲ್ಮಾರ್ಗಿ ಎಂದೇ ಚೊಂದಂಗೆ ಅದರ ಚೊಲ್ಡದಾಯ ഒരു ಪಲಕ ಅತ್ತಖಲ್ಲುಸು ಮಿನಲ್ ಮಾಲಿಲ್ ಹರಾಮ್ ಹರಾಮಾಯ ಈ ഒരു പൈസരെ തൊട്ടിട്ട് സ്വന്തം ശരീരത്തിലെ സേവ ആക്കരുത് മാത്ര ഇത് ഉപകാര കിട്ടുക വേറെ ആൾക്ക് മൻഫാത്ത് കിട്ടുക ആ രൂപത്തിലല്ല കൊടുക്കരുത് നന്റെ ഭാഗത്ത് ഇത് പോണു ഈ ഒരു ഉപദ്രവം എൻ്റെ ഭാഗത്ത് പോണു ചൊന്തുള്ളതായ ഉദ്ദേശത്തിൽ ഇങ്ങനെ ഉള്ളതായ ജനക്ഷേമത്തിന് വേണം കൊടുക്കാ ചൊന്തുള്ളതായ പണ്ഡിതന്മാരുടെ അഭിപ്രായം മാത്രമായിട്ട് ഇതിൽ കാണുക അവിടത്. അപ്പോൾ എന്തായെങ്കിലും സഹോദരന്മാരെ ലഅന റസൂൽ ശപിച്ചതായ ഒരു പൈസ ആയിട്ട് റിബ ഞങ്ങൾ ഏതെങ്കിലും വ്യക്തി ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ സഹോദരന്മാർ പ്രത്യേകിച്ചിട്ട് ഞങ്ങൾ മനസ്സിലാക്കേണ്ടതായ വിഷയം അള്ളാഹിൻ്റെ റസൂലു ഇഷ്ടപ്പെടാത്ത ഒരു പൈസ ആയിട്ട് അള്ളാഹു ബർക്കത്ത് വെക്കാത്ത ഒരു പൈസ എത്തിക്കർ സൂക്ഷിക്കണു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായ രൂപത്തിൽ ഞങ്ങൾ സമ്പാദന ആക്കുകയും അത് സ്വീകരിക്കുകയും അത് ഉപയോഗിക്കുകയും ഉള്ളതായ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, റിബ ഇസ്ലാമിൽ ഹറാമായിത്തിക്കർ അത് സ്വീകരിക്കുക തീരാച്ചൊന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ. ഇനി റിബ എടുത്തിട്ട് ഒരു വ്യക്തി ചെയ്യിക്കുന്ന അവസ്ഥയ്ക്കട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഓൻ്റെ ലൈഫിലുള്ള കൊടുക്കുന്നതായ വലിയ ഒരു ഷോക്കായിത്തിക്കറ് വലിയ ഒരു അവന് കിട്ടതായ ഷോക്ക് എന്തിനാ ചെന്നെങ്കിൽ വിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായ സൂറ അൽ ബഖറ 276-ാമത്തെ വചനത്തിലുള്ള ചൊല്ല യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത്. അള്ളാഹു റിബ എടുക്കുന്നതായ വ്യക്തിയെ മായ്ച്ചിട്ട് ചൊന്നെങ്കിൽ ബർക്കത്ത് അള്ളാഹു അവൻ്റെ ജീവനത്തിൽ എടുക്കുക, സ്വസ്ഥത കിട്ടലേ. ആ പൈസ ഏതെങ്കിലും രൂപത്തിൽ അവനക്ക് വലിയ ഒരു തലനൊമ്പല ആവുടെ രൂപത്തിൽ അങ്ങനെ ಖರ್ಚಾയി പോകുന്നു. അത് കൊണ്ടുത്തു ആയതായ വിഷയം എടുക്കുന്നത് പൈൻ തുബുത്തും ഫലക്കും റൂസം തൗബാക്കിത്ത് അത് ബുടണു ചൊന്താത്തേക്ക് ഇസ്ലാം പഠിപ്പാട്ടത്. ഒമൻ ആദ ഇനിയും വേണു ചൊന്ത അതിനെ പെറോട് പോണ്ടതായ വ്യക്തിരെ ഇസ്ലാം പഠിപ്പാട്ടിയത് ഒമൻ ആദ ഫഉലൈക അസ്ഹാബുന്നാർ. ഇനിയും പെറവ് ഈ വിഷയ ഗൊന്തായിട്ട് പോണ്ടതായ ആൽമാർ അങ്ങ് അസ്ഹാബുന്നാറായി തിക്കറാറ്, അങ്ങ് ജഹന്നമർ ആൽമാറായി തിക്കറാറ് ചൊന്ത് ഇസ്ലാം ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ വിഷയത്തിൽ പഠിപ്പാട്ട്. അതേ രൂപത്തിൽ ഇങ്ങനെ ഉള്ളതായ ബഡ്ഡിരെ ഒരു സംശയ പണ്ടതായ ഒന്നര പെറവും ഞങ്ങൾ പോകുത്തീറ. ഫമനിത്തഖാമിന ശുബഹാത്ത്. ഏതെങ്കിലും വ്യക്തി ഡൗട്ടുള്ളതായ വിഷയ ബിസിനസ് അല്ലിക്കർ ഓൺലൈൻ ബിസിനസ് ഡൗട്ട് പണ്ട ഞങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടാത്ത വിഷയം ഉണ്ടെങ്കിൽ ഇസ്തബ്ര ಅವನು ಸೇಫ್ ಆಕಿ ಈ ಡೌಟುಳ್ಳದಾಯ ವಿಷಯ ಬಿಟ್ಟಂಗೆ ಅವನು ಸೇವ್ ಆಕಿಯ ದೀನಹು ಅವನ ದೀನ್ರ ಅವನು ಸೇವ್ ಆಕಿಯ ಚೊತ್ತು ಇಸ್ಲಾಂ ನಂಗೆ ಪಡಿಪಾಟ್ತಂಡು ನಂಗ ಕ್ಲಿಯರ್ ಆಯ್ತು ಆ ವಿಷಯത്തിൽ ನಂಗೆ വേണ്ടിയിട്ടുള്ളതായ തീരുമാനം എടുക്കുന്നു ചൊന്തായിത്തിക്കർ. നാളെ പരലോകത്ത് അല്ലാഹ് അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. ഷെയ്ത്താൻ പിടിച്ച രൂപത്തിൽ നാളെ ഒരു വ്യത്യസ്ത രൂപത്തിലായിത്തിക്കർ അള്ളാഹുരെ ആ ഒരു മഹ്ശറിൽ ഈ വ്യക്തിക്ക് അള്ളാഹു പുനരുത്ഥാന നാളിൽ അള്ളാഹു എണിക്കുള്ളതായ ചാൻസ് കൊടുക്കരുത് ചൊന്തും ഇസ്ലാം ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പഠിപ്പാട്ട്. അതുകൊണ്ടു അത് ഒരിക്കലും ഞങ്ങൾ യൂസ് ആക്കോത്തീറ. എനിക്ക് ഒരാൾ മാറി കേൾക്കാറല്ല ബഡ്ഡിയൊന്നും ആക്കില്ല, എൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, എൻ്റെ ഒരു റൂമുണ്ട്, അത് ഞാൻ ഈ ബാങ്കുകളെ കൊടുക്കാമ അല്ലെങ്കിൽ ഫൈനാൻസ് ഇതാക്കി കൊടുക്കാമ ತೀರ ಅದನ್ನು ತೀರ. ಕಾರಣ ಇಸ್ಲಾಂ ಪಡಿಪಾಟ್ಯದಾಯ ನಿಯಮ ಪ್ರಕಾರ ಇನ್ನಲ್ಲಾಹ
ഹറമ ഷൈഅൻ, അള്ളാഹ് ഒരു വിഷയത്തിൽ ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ ഹറമ സമനഹു, അത് കാരണത്തിൽ കിട്ടിയതായ ലാഭ പൈസ അതും ഹറാം. ಫೈನಾನ್ಸರ ರೂಮು ನಾನೊಂದಿಲ್ಲ, ನಕ್ ರೂಮು ಮಾತ್ರ ನಾನು ಕೊಡ್ತಾರೆ, ನಾನು ರೂಮ್ ಮಾತ್ರ ಕೊಡ್ತಿರೋದು, അതും ഇസ്ലാമു അനുമതി ഇസ്ലാം തന്നിട്ടില്ല ചൊന്തായിത്തിക്കറ്. ഇനി ആ ഒരു വിഷയത്തിൽ ഞങ്ങൾ ആലോചന ആക്കുമ്പോൾ ജാഗ്രത ആക്കും. പിന്നെ സഹോദരന്മാരെ, ഇതിൽ ഒരു നല്ല ഒരു മാർഗ്ഗം അല്ല ഞങ്ങൾക്ക് തുറന്നു തരുക. റസൂലുള്ള ചൊല്ലു, ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹ്, അള്ളാഹുര ദാസ ഒരു സമാധാനത്തിന് പലക കേൾക്കുന്നു, ഞങ്ങളെ മനസ്സ് സമാധാനമാവും. എന്ത് ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ല, അള്ളാഹു വേണ്ടിയിട്ട് നിനക്ക് പ്രോഫിറ്റ് കിട്ടുന്നതായി എന്തു ആവട്ടെ അത് ഹറാമു ചൊന്തു അറിഞ്ഞിട്ട് നീನು ബുട്ടെങ്ക് ഇല്ല ബദ്ദലകല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൽ ലക മിൻഹു, അല്ലാഹ് ಅದಕ್ಕೆ ಬದಲಾಯಿತು ಖೈರಾಯಿದು ಬೇರೆ ನಿಕ್ಕೆ ಓಪನ್ ಆಕಿ ತಂಡ, ಬೇರೆ ನೀನು ಪೆರುತರಲು ಹೋಯಂಗೆ അതിൽ അല്ലാഹ് ഖൈർ ತಂಡ. എപ്പ റായത്തങ്ങ ചൊല്ലാറ് ചൊന്തല്ല, അള്ളാഹ് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബെടക്ക് ബുട്ടെങ്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഖൈറാക്കി തണ്ട ചൊന്തായിത്തിക്കറ് ഇസ്ലാം പഠിപ്പാടി തണ്ടത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സൂക്ഷിക്കണം. ഇതിരെ ഗൗരവ ചൊല്ലതായ ഹദീസ് ഞങ്ങൾ പഠിച്ചെങ്കിൽ സഹോദരന്മാരെ, ഇതിരെ പെറ ഒരിക്കലും പോലെ ദിർഹമു റിബ യഅകുലുഹു അർറജുലു, ഈ റിബൽ നിന്ത് ബഡ്ഡിൽ നിന്ത് തിൻ്റെതായ ഒരു ദിർഹമു വഹുവ യഅലമു, അറിഞ്ഞിട്ട് ഒരു വ്യക്തി ബഡ്ഡി തിൻ്റെ ചൊന്തുണ്ടെങ്കിൽ അത് അശദ്ദു മിൻ സിത്തത്തിൻ വസലാസീന സനിയ, എത്ര ഒരു ചെറിയ ഭാഗത്തിൻ്റെത് ഒരു വ്യക്തി 33 വട്ട വ്യഭിചരിക്കുന്നതിരെ രൂപത്തിലായിത്തിക്കുന്നതിരെ അർത്ഥം. പിന്നെ ഒരു ഹദീസ് പ്രಕಾರ ಅದರ ಅರ್ಥ ಕೇಳ್ಕೊಂಬತ್ತು ನಂಗೆ ഒരു ಆ ಉಳ್ಕೊಳ್ಳಿಗೆ ಆವತ್ತೊರು ವಿಷಯ ಆಯ್ತಿಕ್ರು. ಸ್ವಂತ ಉಮ್ಮರೆ ಕಾಮತರ ರೂಪದಲ್ಲಿ ನೋಕರವರ ಅವಸ್ಥೆ ಅದಾಯ್ತಿಕ್ರು. ಇದರ ತಿಂದ್ರ ವಿಷಯത്തിൽ റസൂൽ പഠിപ്പാട്ടി അത് എക്സ്പ്ലനേഷൻ ആക്കില്ല. അപ്പോൾ സൂക്ഷിക്കണം. അവിടെ ഞങ്ങൾ ഹലാലായ രൂപത്തിൽ അയങ്ങ് മാത്രം ആയിത്തിക്കര് നിസ്കരിച്ച. പിന്നെ ನಾನು ಪಾಠ ಓದಿಯ ಸೂರ ಅಲ್ ಮುഅ್ಮಿನೂನ್ ಆಯತ್ತು ವಿವರಿಸಿತು ಇಮಾಮ್ ಇಬ್ನ್ ಕಥೀರ್ ರಹಮುಲ್ಲಾ ಅದರ ಬಯಾನ ಚೊಲ್ಲದಾಯ ವಿಷಯ ಅವರು ರೂಪುಂಡು ಸಹೋದರಮಾರೆ. ಥುಮ್ಮ ದಕರ ರಜುಲ, പിന്നെ ഒരു വ്യക്തിയുടെ വിവരണ ആക്കർ യുത്തീലു സഫറ, ആ വ്യക്തി ദീർഘ സഫറാക്കി ಬಂದ ഒരു വ്യക്തി. അസ്അസ വഅഗ്ബറ, മുടി ಕಂಪ್ಲೀಟ್ ಈ ಮಣ್ಣು ಪುಡಿಸಿ ಜಡ ಪುಡಿಸಿತುಂಡು, ಅದೇ ರೂಪದಲ್ಲಿ ಡ್ರೆಸ್ ಎಲ್ಲ ಧೂಳಾಯ್ತುಂಡು. ಯಮುದ್ದು ಯದೈಹಿ ಲಸ್ಸಮ, ಆಕಾಶದ ಕೈ ಎತ್ತಿತವನು ದುಆ ಹಾಕರ ഒരു വ്യക്ತಿ. എന്ത് യാ റബ്ബ് യാ റബ്ബ്, റബ്ബേ റബ്ബേ ചൊന്തു. വ മത്അമു ഹറാം, തിൻറത് ഹറാം. വ മൽബസു ഹറാം, ಡ್ರೆಸ್ ഹറാം. വ മത്അമു ഹറാം വ മശ്റബു ഹറാം, കുടിക്കിற തണ്ണി ഹറാം, ಎಲ್ಲ ಡ್ರೆಸ್ ಎಲ್ಲ ಹರಾಮ್. വഹുദിയ ബിൽ ഹറാം, ഹറാമിലായിത്തിക്ക് കംപ്ലീറ്റ് ഓണ് മുങ്ങിത്തുള്ളത്. പന്ന യുസ്തജാബുല, പിന്നെ അവനക്ക് എങ്ങനെ ഇജാബത്ത് കിട്ടുന്നത്? ബഡ്ഡി തിന്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ ദുആ ആക്കരുത്, ഇരുന്നിട്ട് അവൻ ദുആ ആക്കരുത്. റബ്ബി ഗഫിർലി വറഹ്മനി വജിബ്നി വർഫഅനി വർസുഖ്നി. എന്ത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, എന്തർത്ഥം? നിസ്കാര കഴിഞ്ഞ പിന്നെ റബ്ബേ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ, എങ്ങനെ ഇജാബത്ത് കിട്ടുന്നത്? സഹോദരന്മാരെ സൂക്ഷിക്കണം. ഇനി ഇതിക്ക് ನ್ಯಾಯ ಕಂಡುಪಿಡಿಸಿದ್ದು ಅದರ ಪರವಾಗಿ ಹೋಗುತ್ತೀರಾ? ಬೇಡ ಬೇಡ, ನಾನೊರು ಮುಅ್ಮಿನ್, ಈ ഒരു തീരുമാനം ನಾನು ಚೊಂದಲ್ಲ ಬದ್ದಲಕಲ್ಲಾಹು ಖೈರ, ಬೇರೆ ಬಿಸ್ನೆಸ್ ತೊಡಂಗಲ್ಲ ಖೈರದಲ್ಲಿ ತರು ಚೊಂತಾಯ್ತಿಕೆ. ಕಾರಣ ಯಂಹಕುಲ್ಲಾಹು ರಿಬಾ, അള്ളാഹു റിബരെ കംപ്ലീറ്റ് മായ്ച്ചു കളയട്ടെ. അതുകൊണ്ട് സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായ രൂപത്തിൽ ദീനിനെ മനസ്സിലാക്കുകയും ഹലാലായ രൂപത്തിൽ കസ്ബാക്കുകയും ഉള്ളതായ ആ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാർ, അതേ രൂപത്തിൽ ഞങ്ങളെ പള്ളിയിൽ എംപവർ വർക്ക്ഷോപ്പ് നടക്കുകൊണ്ടു, ഇൻഷാ അല്ലാഹ് ഇതേ പള്ളിയിൽ നടക്കുകൊണ്ടു. അപ്പോൾ അത് രജിസ്ട്രേഷൻ ആക്കാത്ത ആൾമാരെല്ലാം രജിസ്ട്രേഷൻ ആക്കണം ഇൻഷാ അല്ലാഹ്. ഞങ്ങളെ യൂത്തിരെ അവർ നേതൃത്വത്തിൽ നടക്കുന്നതായ ഒരു എംപവർ വർക്ക്ഷോപ്പ് എല്ലാ ആൾമാർക്കും ഒന്നിക്കൂടെ രജിസ്ട്രേഷൻ ഇതുണ്ട്. അത് എല്ലാ ആൾമാരും രജിസ്ട്രേഷൻ ആക്കണം ചൊന്താಯ್ತಿಕ್ರು. രണ്ടാമത്തെ സഹോദരന്മാരെ, ഞങ്ങളുടെ പള്ളിയിലെ അത് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. ഇത് ഇമ്പ്രൂവ് ആയെങ്കിൽ എല്ലാ ബിൽഡിംഗരെല്ലാം പണി നടന്നെങ്കിൽ ഇതൊരു ഇൽമുറെ ഒരു സ്ഥാപന ആಯ್ತಿಕ್ರು, മർക്കസുൽ ഇൽമൗഡ് അങ്ങനെ ആಯ್ತಿಕ್ರು. അതിരെ രൂപവും അതിരെ ആൾമാരെ ഒരു ഭാവനയും ഉള്ളത്. ഞങ്ങളെ പിന്നെ പണ്ടതായ വിദ്യാർത്ഥിമാർക്ക് ആൾമാർക്ക് സമൂഹത്തിന് ഒരു ഇൽമ കൊടുക്കുന്നതായി ഒരു വലിയ ഒരു സ്ഥാപന ആയിട്ട് തീരുവെച്ചൊന്നും സംശയമില്ല. അപ്പോൾ ഞങ്ങൾ മരിച്ചിരിക്കുക, ನಂಗೆ ಒಂದೇ ಇಕ್ಕಲ್ಲ ಈ ರಾಯ್ತು, ನಂಗೆ ಇಕ್ಕೇ ಇಕ್ಕಲ್ಲ, ಹಂಗೆ ನಂಗೆ ಅದರ ಮನ್ಫಾತ್ ಕಿಟ್ಟಿ ಉಂಟಿಕ್ಕು. ಅಪ್ಪ ನಂಗೆ ಆವುಡ ಆಲ್ಮಾರು ಅಲ್ಲ ಕೊಡ್ತ ಅನುಗ್ರಹ ಕೊಡ್ತ ಸಂಪತ್ತುള്ള ആൾമാർ ഉള്ളാറ്. ഒരു മനസ്സിക്ക് ഒരു പുഷപ്പ് മാത്രം വേണ്ടിയത്. അപ്പോൾ അങ്ങനെ നല്ല ഒരു നിയത്താക്കിയിട്ട് ഇപ്പമേ നിയത്താക്കൂ, ഈ പള്ളിക്ക് ഞാൻ ഇത്ര കൊടുക്കുവേ ചൊന്തുള്ളതായ ഒരു തീരുമാനം. അത് അല്ലാഹു സുബ്ഹാനഹു തആല നല്ല മനസ്സിൽ ആരും അറിയാണ്ട് കൊടുക്കുന്നതായ അത് ഞങ്ങളെ ഖബറുക്ക് സ്ഥാനം അള്ളാഹു ಅದರ ಮನ್ಫತ್ ಎತ್ಪಾಟ್ರ, ಅದರ ഒരു ಸಮಾಧಾನ ಎತ್ಪಾಟ್ರ. ಅಲ್ಲಾಹು ಎಲ್ಲ ಸಹೋದರಮಾರೆ ಆ ഒരു ಸ್ವದಕ ನಿಯತಾಕಿ ಎಲ್ಲ ಆಲ್ಮಾರ ಸ್ವದಕ ಸ್ವೀಕಾರ ಆಕುಮಾರಾವಟ್ಟು. സഹോദരന്മാരെ, അതേ രൂപത്തിൽ പള്ളിയുടെ കളക്ഷൻ ഉണ്ട്. അവിടെ രൂപത്തിൽ പള്ളിയുടെ കളക്ഷനുക്ക് അഭ്യാസ ആക്കുന്നതായ കളക്ഷനുക്കും സഹായിക്കണം. പിന്നെ പേരൻസ് മീറ്റിംഗ്
മദ്രസ പഠിക്കുന്നതായ വിദ്യാർത്ഥിമാരെ ഉമ്മബുള്ളതായ പേരൻസ് മീറ്റിംഗ് സാറ്റർഡേ ആഫ്റ്റർ മഗ്രിബ് നടക്കൊണ്ടു. അപ്പോൾ മക്കളെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതിലെ പെറോലും മക്ക പറഞ്ഞു അതും ഉമ്മ അബ്ബമാർക്കും അതിലെ വലിയ പാത്രമുണ്ട്. ಅದಕ್ಕೆ ನಂಗೆ ಶ್ರಮಿಕೋಣ. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಅದಕ್ಕೆಲ್ಲ ತೌಫೀಕ್ ತಂದು ಅನುಗ್ರಹಿಕಮಾವಟ್ಟು. പെണ്ണുങ്ങൾക്കുള്ളതായ ആ ഒരു ഖുർആൻ ക്ലാസ്, വുമൻസ് ക്ലാസ് സാറ്റർഡേ ആഫ്റ്റർ അസർ പിന്നെ ഇവിടെ നടക്കൊണ്ടു. സഹോദരിമാർ ഇതിരെ മൻഫഅത്ത് എടുക്കൊണ്ടു ചൊല്ല് കേട്ടോണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു ವ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ റിബരെ തൊട്ട് ನೀನು ರಕ್ಷೆ ತರನು ಅಲ್ಲ. ಅಲ್ಲಾಹುವೇ ಅರ್ഞ്ഞിത്ത് ഒരു ಬಡ್ಡಿ ತಿಂದರೆ ಆ ഒരു ಅವಸ್ಥೆ ನಂಗೆ ನೀನು ಬರ್ತೋಗುತ್ತೀರ ಅಲ್ಲ. ಅಲ್ಲಾಹುವೇ ಹಲಾಲಾಯ ಸಂಪಾದನೆ ಹಾಕಿತ್ತು ಹಲಾಲಾಯ ರೂಪത്തിലുള്ളതായ ആഹാര തിന്ത് ആ ഒരു പ്രാർത്ഥന കബൂലാക്കപ്പെട്ടതായ ആൽമാര കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമല്ല. അള്ളാഹുവെ ഞങ്ങളെ പ്രയാസം നീക്കി തരണമല്ല. അള്ളാഹുവെ ഞങ്ങളെ കൂട്ടത്തിൽ ദുആക്ക് വസിയത്താക്കി ആൽമാറുള്ളാർ. ഇൻഡോ ഓപ്പറേഷൻ നടക്കുന്നതായ ആൽമാർ ദുആക്ക് വേണ്ടി വസിയത്താക്കിത്തുള്ളാർ. അള്ളാഹുവെ അങ്ക് നീന് അവങ്ങളെ ഓപ്പറേഷൻ സക്സസ് ആക്കി കൊടുക്കണമല്ല. ഞങ്ങളെ രോഗത്തിന് നിവാരണ ആക്കി കൊടുക്കണമല്ല. ഷിഫ കൊടുക്കണമല്ല. അള്ളാഹുവെ ഞങ്ങളെ കൂട്ടത്തിലും ഹാർട്ടിരതും അതേ രൂപത്തിൽ കിഡ്നിരതും അതേ രൂപത്തിൽ പ്രഷർ ഷുഗറിന്റെ ബുദ്ധിമുട്ടുള്ള സഹോദരന്മാരുള്ളാർ സഹോദരിമാരുള്ളാർ. അള്ളാഹുവെ ഞങ്ങളെ രോഗത്തിന് ഷിഫ ആക്കി കൊടുക്കണമല്ല. അള്ളാഹുവെ കട കൊണ്ട് ബുദ്ധിമുട്ടതായ കുറേ സഹോദരന്മാർ കട വീട്ടുള്ളതായ ഹലാലായ മാർഗ നീನು അതുള്ളതായ തൗഫീഖ് കൊടുക്കണമല്ല. അള്ളാഹുവെ മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കുള്ളത മഹാഭാഗ്യം നീನು തരണു അല്ല. അള്ളാഹുവെ ഞങ്ങളെ മക്കളെ അള്ളാഹുവെ ദീനുൽ ഇസ്ലാമു ഖിദ്മത്താക്കരെ മക്കാക്കി തീർക്കണമല്ല. അള്ളാഹുവെ ഹജ്ജ് ഉംറ അങ്ങനെയുള്ളതായ സത്കർമ്മ ആക്കുകയും അതേ രൂപത്തിൽ മഗ്ഫിറത്ത് കിട്ടതായ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും നീನು തൗഫീഖ് തരണു അല്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.